Hi friends, welcome to D Indian Cuisines. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെറുപയർ കൊണ്ടൊരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ആദ്യം പൂരിക്കുള്ള മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പം ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അത്രയും സോഫ്റ്റ് ആവരുത്, അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കപ്പിൻ്റെ പകുതി കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 70 ഗ്രാം വരും. അപ്പോൾ ഞാനതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഊറ്റി എടുത്തേക്കാണ്. ഇതിൽ പക്ഷേ ചെറുതായിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം കാണും, പക്ഷെ അത് സാരില്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 2 വറ്റൽമുളകും ഒന്ന് മിക്സറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഓമം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ പൂരി വറുക്കാൻ പാകത്തിനുള്ള എണ്ണയും. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചെറുപയർ നമ്മളൊന്ന് മിക്സറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഒരു 1-2 പൾസ് ചെയ്താൽ മതിയാവും, തീരെ അങ്ങ് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ ഇവിടെ ചെറുപയർ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂരി പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ സാധാരണ പൂരി പരത്തുന്ന പോലെ തന്നെ പൂരിയുടെ വലുപ്പത്തിൽ നമുക്ക് മാവ് പരത്തിയെടുക്കാം. നമുക്കിനി ഈ ചെറുപയർ പേസ്റ്റ് പൂരിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പ്രെഡർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി കട്ടിക്ക് വേണമെങ്കിൽ നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 6-7 പൂരി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റിൻ്റെ ഡബിൾ എടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പം ഞാൻ ബാക്കിയുള്ള ബോൾസൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ചെറുപയർ പേസ്റ്റ് തേച്ച് കൊടുത്ത ആ ഭാഗം വേണം ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പേസ്റ്റ് അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് വിട്ടുപോകുന്നില്ല. അപ്പം അങ്ങനെ പേടിക്കേണ്ട. ഇത് നമുക്ക് 2 സൈഡും ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീരെ അങ്ങ് കരിച്ച് കളയരുത്, പിന്നെ ടേസ്റ്റ് കാണില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി പൂരികളും ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കഴിക്കാനായിട്ട് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് വെറുതെ തന്നെ കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.